പ്രജീപ്, ഇന്നത്തെ വാർത്തയിൽ ഏറ്റവും സജീവവും കാര്യവുമായി വന്നിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാനിതിൽ സൂചിപ്പിച്ചതുപോലെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള പ്രശാന്ത്, ഇവരുടെ മൊഴിയെടുപ്പാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചർച്ചകളും കൊണ്ട് നിറയുന്ന ഒരു മാധ്യമ ലോകം, പ്രതിപക്ഷത്തെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യം ഇതിനോടകം വെളിപ്പെട്ടതുമാണ്. അത്തരമൊരു അന്തരീക്ഷത്തിൽ അഭിഭാഷകൻ എന്ന നിലയിൽ എന്താണ് തോന്നുന്നത്? കാരണം ഈ അന്വേഷണം ഞാൻ സൂചിപ്പിച്ച വിധത്തിലാണ്. അതിൽ തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്തി അതിനെ കറക്റ്റ് ചെയ്ത് പ്രേക്ഷകരോട് അവതരിപ്പിച്ച് തന്നെ പോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേവല വിവാദങ്ങൾക്കപ്പുറം വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തേണ്ടതുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇന്ന് മൊഴിയെടുത്ത മുൻ ദേവസ്വം മന്ത്രി ഈ കേസിൽ നാളിതുവരെ പ്രതിയല്ല, പ്രതിപട്ടികയിലില്ല. അതുപോലെ തന്നെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടുള്ള പ്രശാന്ത്. അവരെ മൊഴിയെടുക്കാനായി വിളിപ്പിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യലായി ചിത്രീകരിക്കുന്നു. രസകരമായൊരു കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരെയും മൊഴിയെടുത്തു. രണ്ടുപേരുടെയും മൊഴിയെടുത്തു. ഒരാളുടെ കാര്യത്തിൽ മൊഴിയെടുത്തു എന്ന് മാധ്യമങ്ങൾ പറയുന്നു പ്രജി, മറ്റൊരാളുടെ കാര്യത്തിൽ പറയുന്നു ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇവർ രണ്ടുപേരും പ്രതികളല്ല, മൊഴിയെടുക്കലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മാധ്യമങ്ങളും ഇതിനെ ഈ രൂപത്തിലൊക്കെ സമീപിക്കുന്നു. അത്തരമൊരു പൊതു സമൂഹ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അഭിഭാഷകൻ എന്ന നിലയിൽ എന്തു തോന്നുന്നു, എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ശരത്ത് കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് പങ്കുവെച്ച ആശങ്ക തീർച്ചയായും അഭിഭാഷക സമൂഹത്തിനും അതോടൊപ്പം തന്നെ നിയമവൃന്ദങ്ങൾക്കുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ദിവസങ്ങളായി ഉയർന്നു വരുന്ന ആശങ്കകളാണ്. ആ ആശങ്ക ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കുമുണ്ട് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആമുഖമായി, അതായത് SIT രൂപീകരിച്ച് ഈ കേസിന്റെ അന്വേഷണം തുടങ്ങിയപ്പോൾ ആമുഖമായി ദേവസ്വം ബെഞ്ച് പറഞ്ഞത്, ഈ കേസിൽ ദയവായി മാധ്യമ വിചാരണകൾ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഇതൊന്നും തന്നെ നടത്താതെ ശബരിമലയിൽ കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ, സ്വർണം പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരവസരം ഈ SITക്കും അതിന് മേൽനോട്ടം കൊടുക്കുന്ന ഹൈക്കോടതിക്കും കൊടുക്കണം എന്നുള്ള ഒരു വിനീതമായ അഭ്യർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ തുടക്കത്തിൽ ആമുഖമായി ഹൈക്കോടതി പറഞ്ഞത്. ഹൈക്കോടതി പറഞ്ഞ ആ ഗൈഡ് ലൈനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് വളരെ രസകരമായ ഒരുപാട് ചർച്ചകൾ ഞാൻ കേട്ടു. നമ്മുടെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനം പത്മകുമാർ വെളിപ്പെടുത്തിയ ചില വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്. നോക്കൂ, ഇതിനകത്ത് അന്വേഷണ സംഘത്തിന്റെ ഓരോ ഘട്ടങ്ങളും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ സീല് വെച്ച കവറിലാണ് ഹാജരാക്കുന്നത്. പുറത്തു വന്ന ഏതെങ്കിലും ഒരു രേഖകൾ പത്മകുമാറിന്റെ മൊഴി ഇങ്ങനെയായിരുന്നു, അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നുള്ള ഒരു വിവരം എവിടെ നിന്നാണ് ഈ മാധ്യമങ്ങൾക്ക് കിട്ടിയത്? ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു റിപ്പോർട്ടിങ്ങിന്റെ രീതി, ഒരു ന്യൂസ് റീഡർ ഒരു പ്രധാനപ്പെട്ട വാർത്ത വായിക്കുന്നു, അതിനുശേഷം ഒരു വിദഗ്ധൻ എന്നുള്ള നിലയിൽ അവരുടെ തന്നെ പോയിന്റിൽ സ്പോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ലേഖകനോട് ചോദിക്കുകയാണ്, എന്താണ് ഇന്ന് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനം? അപ്പോൾ അദ്ദേഹം വളരെ ഓഥന്റിക് ആയിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് മറുപടി പറയുകയാണ്, പത്മകുമാർ വെളിപ്പെടുത്തിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ഇന്ന് ചോദ്യം ചെയ്തത്. ഇത് ചോദ്യം ചെയ്യലാണോ, മൊഴിയെടുപ്പാണോ, എന്താണ്, കാര്യങ്ങൾ തിരക്കാനായി വിളിച്ചതാണോ? ഈ തരത്തിലുള്ള യാതൊരു വ്യക്തതകളും യാതൊരു അടിസ്ഥാനപരമായ കൺക്ലൂസീവായിട്ടുള്ള യാതൊരു വിവരങ്ങളും കിട്ടാത്ത ഈ ലേഖകൻ വളരെ ഓഥന്റിക്കായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കുകയാണ്, അടുത്തത് കടകംപള്ളിയാണ്, അടുത്തത് ഇന്നാരാണ്, ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരോ പ്രതികളിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിക്കണം എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി മാധ്യമ വിചാരണ ഹൈക്കോടതി പറഞ്ഞ ഗൈഡ് ലൈനിന് വിരുദ്ധമായി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു സംശയം കൂടിയാണ്.